പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല മണമുണ്ട് ഇവിടെ. നിങ്ങൾക്കുണ്ടോ? ഇവിടെ നല്ല മണമുണ്ട്. ഉണ്ടോ? ആ, പറഞ്ഞേ ഹല്ലേലൂയ. മണം വന്നു എന്ന് പറഞ്ഞാൽ മാതാവ് വന്നെന്നാണ്. സന്തോഷമൊന്നും ഇല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് മാതാവിൻ്റെ ശക്തമായ സഹായം നമ്മുടെ കൂടെയുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. നമുക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് വഴക്കുകളെയൊക്കെ മാറ്റി വെച്ചല്ലേ? ക്ഷമിച്ചോ? ഓ, ഹല്ലേലൂയ. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. യോഹന്നാൻ 4-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. യോഹന്നാൻ 4:10 വചനം പറയുകയാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഈ വചനം. ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെട്ടവൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നും. കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നും. 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ 2 കാര്യങ്ങളുടെ വലിപ്പം നിനക്കറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ 2 കാര്യങ്ങളുടെ വില അറിയാൻ നിനക്ക് പറ്റിയിരുന്നെങ്കിൽ, ഇത്തിരി ട്രബിൾ കുറയ്ക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ദൈവത്തിൻ്റെ ദാനം എന്താണ്, നിന്നോട് സംസാരിക്കുന്നവൻ ആരാണ്. ദൈവത്തിൻ്റെ ദാനം എന്താണ്, നിന്നോട് ദൈവത്തിൻ്റെ ദാനം എന്താണ്? അപ്പോൾ ഒരു വചനം വായിക്കണം. ദൈവത്തിൻ്റെ ദാനം, അതായത് എല്ലാ കാര്യം ഇങ്ങോട്ട് നോക്കണേ, എല്ലാ കാര്യത്തിനും വചനത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം. അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വചനമായിരിക്കണം. ഇപ്പം ഞാൻ ചോദിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന്. അപ്പം അത് ദൈവത്തിൻ്റെ ദാനം എന്താണ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വചനം എടുക്കാം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായം 49. അതാദ്യം വായിക്കണം. ലൂക്ക 24:49. ലൂക്ക 24:49 വായിച്ചേ. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഇനി ലൂക്കാ സുവിശേഷത്തിൽ തന്നെ 11-ാമത്തെ അധ്യായം എടുക്കുക. ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായം, ലൂക്ക 11-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്ക 11:10 മുതൽ വായിക്കാം. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക്
എന്താണ് മക്കൾക്ക്? മക്കൾക്ക് നല്ല ദാനങ്ങൾ, നല്ല ദാനങ്ങൾ. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലെന്ന് പറഞ്ഞാൽ നൽകുകയില്ലെന്നാണോ? എത്രയോ നൽകുകയില്ല എന്ന് പറഞ്ഞാൽ എത്രയോ കൂടുതൽ നൽകും എന്നാണ്. അതൊരു ഭാഷാ പ്രയോഗമാണ്. എത്രയോ നൽകുകയില്ല. അപ്പോൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ ഈശോ നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്താണ്? പരിശുദ്ധാത്മാവാണ്. അതാണ് ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ ദാനം സമം പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈശോ പറയുകയാണ് സമറിയാക്കാരിയോട്, 2 കാര്യങ്ങൾ നിനക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, ദൈവത്തിൻ്റെ ദാനം, പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. രണ്ടാമത്തേത്, നിന്നോട് സംസാരിക്കുന്നവൻ ആരാണ് എന്ന് നിനക്ക് മനസ്സിലായെങ്കിൽ, എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ രണ്ടാമത്തേത് ആരാണത്? ആദ്യത്തേത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ദാനം. രണ്ടാമത്തേത് ആരാണ്? ഈശോ. അപ്പൊ സമറിയാക്കാരി കേൾക്കണം, ഇത് സമറിയാക്കാരിയോട് ഈശോ പറയുകയാണ്, ഈ 2 കാര്യങ്ങൾ നിനക്ക് മനസ്സിലായാൽ, പരിശുദ്ധാത്മാവ് ആരാണെന്നും ഈശോ ആരാണെന്നും നിനക്ക് മനസ്സിലായാൽ, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യും, നിന്റെ ദാഹം ശമിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. സമയമുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. യോഹന്നാൻ 4:1 മുതൽ. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അവിടെ നിർത്തുക. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അവൻ എവിടുന്ന് ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ അവൻ യൂദയായിലാണ്. അവന് പോകേണ്ടത് എവിടെയാണ്? ഗലീലയിലേക്കാണ്. എന്നെ നോക്കിക്കേ, എങ്ങോട്ട് നോക്കിക്കേ. യൂദയ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശമാണ്. അവിടുന്ന് മലയിറങ്ങി ഗലീലി എന്ന താഴ്ന്ന പ്രദേശത്തേക്ക്, തീരപ്രദേശത്തേക്ക് യേശു പോവുകയാണ്. ജെറുസലേമിൽ നിന്ന്, യൂദയായിൽ നിന്ന് ഗലീലയിലേക്കുള്ള യേശുവിൻ്റെ യാത്ര. ഈ യാത്രയിൽ യോഹന്നാൻ എഴുതുകയാണ്, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഈ വരാപ്പുഴ, എനിക്ക് മാറിപ്പോവും എപ്പോഴും. വല്ലാർപാടവും വരാപ്പുഴയും എപ്പോഴും മാറിപ്പോവാണ്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ വല്ലാർപാടത്തിന് ഇട്ടങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് അറിഞ്ഞത് ഡയറക്ഷൻ മാറിപ്പോയിരുന്നു. വരാപ്പുഴയും വല്ലാർപാടവും. ഇതേതാണ്? ഇത് വരാപ്പുഴ. തിരുവനന്തപുരത്ത് നിന്ന് വരാപ്പുഴയിലേക്ക് വരാൻ 2 വഴിയുണ്ട്. ഒന്ന് MC റോഡ്, 2 നാഷണൽ ഹൈവേ. അപ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, ഡാനിയേലച്ചൻ വരാപ്പുഴയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചു. അവന് ആലപ്പുഴയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഇങ്ങനെ എഴുതിയാൽ വായിക്കുന്ന നിങ്ങൾ യോഹന്നാനെ ചോദ്യം ചെയ്യും. അങ്ങനെ ഒരു നിർബന്ധമില്ല. ആലപ്പുഴ വഴി അല്ലാതെയും വരാമോ? കോട്ടയം വഴി വരാം. ആലപ്പുഴ വഴി അല്ലാതെയും വരാം. കൊല്ലം വഴി അല്ലാതെയും വരാം. കോട്ടയം വഴി വരാം. വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണിത്. ഗലീലയിലേക്ക് പോകാൻ യേശുവിന് ഈ സമറിയായിലൂടെ മാത്രമല്ല വേറൊരു നല്ല വഴി ഉണ്ടായിരുന്നു. ഒന്ന് നല്ല വഴി വേറെയുണ്ട്. രണ്ടാമത്തേത്, ഒരു സാധാരണ യഹൂദൻ ഒരിക്കലും ഈ വഴിയെ പോകത്തുമില്ല. കാരണം സമറിയാക്കാരും യഹൂദനും തമ്മിൽ ശത്രുക്കളായിരുന്നു. അവർ തമ്മിൽ സമ്പർക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു സാധാരണ ശരാശരി യഹൂദൻ
ഈ വഴിയെ പോവില്ല. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അപ്പോൾ അത് ഒരു ഭൂമിശാസ്ത്രപരമായ അനിവാര്യത ആയിരുന്നില്ല. ദാറ്റ് വാസ് നോട്ട് എ ജിയോഗ്രഫിക്കൽ നെസസിറ്റി. ഭൂമിശാസ്ത്രപരമായ ഒരു അനിവാര്യത ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ വഴിയല്ലാതെ വേറെ വഴിയുമുണ്ട്. പിന്നെ എന്തിനാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു? അങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, അവിടെ അവന് സമറിയാക്കാരിയെ കണ്ടുമുട്ടേണ്ടതുണ്ടായിരുന്നു, അവളുടെ വേദന ശമിപ്പിക്കേണ്ടതുണ്ടായിരുന്നു, അവൾക്ക് രക്ഷ കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അവളുടെ രക്ഷകനായി മാറേണ്ടതുണ്ടായിരുന്നു, അവളെ വീണ്ടെടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവിടെ ഒരു സമറിയാക്കാരി വരുമെന്നും അവിടെ ആ സമറിയാക്കാരിയോട് സംസാരിച്ച് അവളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ശമിപ്പിക്കാൻ ഈശോ അവിടെ എത്തേണ്ടിയിരുന്നു. അത് ദൈവം നേരത്തെ കരുതി വെച്ച ഒരു രക്ഷയുടെ ഒരു സന്ദർഭമായിരുന്നു. ഇതാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്ന് പറയുന്നത് സമറിയാക്കാരിയെ കാണേണ്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈശോ സമറിയാക്കാരിയെ കാണാൻ വേണ്ടി, കേൾക്കുന്നുണ്ടോ? സമറിയാക്കാരിയെ കാണാൻ വേണ്ടി ഈശോ സഞ്ചരിച്ച ദൂരം ഏതാണ്ട് 45 കിലോമീറ്ററാണ്. ഈശോ എങ്ങനെയാ പോയത്? കാറിനാണോ പോയത്, ട്രെയിനാണോ പോയത്? അമ്മച്ചിയെ, ഈശോ എങ്ങനെ പോയേ? നടന്നാണ് പോയത്. ഒരു ശരാശരി മനുഷ്യൻ, ഒരു ശരാശരി മനുഷ്യൻ്റെ യാത്രാ ദൂരം, ഒരു ദിവസത്തെ യാത്രാ ദൂരം 30 മുതൽ 35 കിലോമീറ്റർ വരെയാണ്. ഒരാൾ ഒരു ദിവസം ശരാശരി, ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ ഓടുന്ന കാര്യമല്ല, ബോച്ചെ ഓടിയതുപോലെ ഓടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ബോച്ചെ ഓടിയതുപോലെ ഓടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഈ ഒരു ആവറേജ് മനുഷ്യൻ നടക്കുന്ന യാത്രാ ദൂരം 30 മുതൽ 35 കിലോമീറ്റർ വരെയാണ്. ഈശോ സമറിയാക്കാരിയെ കാണാൻ വേണ്ടി യാത്ര ചെയ്ത യാത്രാ ദൂരം എത്രയാണ്? ഏതാണ്ട് 45 കിലോമീറ്ററാണ്. ഈശോ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഈ സമറിയാക്കാരിയെ കാണുന്ന കിണർ വരെയുള്ള യാത്രാ ദൂരം ഏതാണ്ട് 45 കിലോമീറ്ററാണ്. അപ്പം 45 കിലോമീറ്റർ നടക്കണമെങ്കിൽ കർത്താവ് ഈശോ മിശിഹ തലേന്ന് രാത്രിയിൽ യാത്ര ആരംഭിച്ചതായിരിക്കണം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്തണമെങ്കിൽ, സമറിയാക്കാരിയെ കാണാൻ ഈശോ എത്തുന്ന സമയം എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്, 12 മണി സമയം. അപ്പം ഈ നട്ടുച്ചയ്ക്ക് അവിടെ എത്തണമെങ്കിൽ തലേന്ന് സന്ധ്യയ്ക്ക് യാത്ര ആരംഭിച്ചതാണ്. അങ്ങനെ നടന്ന് വലഞ്ഞ് യേശുവും ശിഷ്യന്മാരും കൂടി സമറിയാക്കാരി വെള്ളം കോരാൻ വന്ന ആ കിണറ്റിൻ്റെ കരയിൽ എത്തി. ആദ്യം എത്തിയത് യേശുവാണ്, സമറിയാക്കാരി പിന്നെയാണ് വന്നത്. അപ്പോൾ ഈശോ അവിടെ അവളെ കാത്തിരുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ദൈവത്തെ തേടിപ്പോവുകയല്ല, ദൈവം നമ്മെ തേടി വരികയാണ്. ഞാൻ എന്താ പറഞ്ഞേ? മറന്നുപോയി സിസ്റ്റർ, ഞാൻ ഇപ്പം എന്താ പറഞ്ഞേ? നമ്മൾ ദൈവത്തെ തേടിപ്പോവുകയല്ല, ദൈവം നമ്മെ തേടി വരികയാണ്. മതബോധന ഗ്രന്ഥം പറയും, ആദ്യം ദാഹജലം ചോദിച്ചത് യേശുവാണ്. ആദ്യം ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് യേശുവാണ്, സമറിയാക്കാരി അല്ല. മതബോധന ഗ്രന്ഥം പറയും, അവൾ ദാഹിക്കുന്നതിന് മുമ്പേ യേശു ദാഹിച്ചു. മതബോധന ഗ്രന്ഥം പറയും, അവൾ ദാഹിക്കണമെന്ന് യേശു ദാഹിച്ചു. മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. ഞാൻ എന്നാ പറഞ്ഞേ? മറന്നുപോയി. നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. അപ്പൊ ആരാണ് ആദ്യം ദാഹിച്ചത്? നമുക്ക് വേണ്ടി ആരാണ് ആദ്യം ദാഹിച്ചത്? ദൈവമാണ് ആദ്യം ദാഹിച്ചത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് വേണ്ടി ദൈവമാണ് ആദ്യം ദാഹിച്ചത്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ, ഞാൻ ദൈവത്തെ കണ്ടെത്തിയതല്ല, ദൈവം എന്നെ കണ്ടെത്തിയതാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ്, നിങ്ങൾ മണവാളനായ യേശുവിനെ അന്വേഷിച്ച് പോയി കോൺവെൻറ്റിൽ ചേർന്നല്ല, മണവാളനായ യേശു നിങ്ങളെ അന്വേഷിച്ച് വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. ദൈവമാണ് നിങ്ങളെ തേടിയെത്തിയത്. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ഇരിക്കാൻ എത്രയോ പേരുണ്ട്. ഞാൻ വരാപ്പുഴ ജംഗ്ഷനിലൂടെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ, പക്ഷെ കൺവെൻഷന് എല്ലാവരും വന്നിട്ടില്ല, ക്രിസ്ത്യാനികളും എല്ലാവരും വന്നിട്ടില്ല. അപ്പോൾ
അപ്പോൾ ദൈവവചനം കേൾക്കാൻ കുറച്ച് പേരാണ് വന്നിട്ടുള്ളത്, കുറേയധികം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറേയധികം ആളുകൾ വരാൻ കാരണം എന്താണ്? അവർ വരാൻ കാരണം കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ്, ദൈവം അവരെ വിളിച്ച് കൊണ്ടുവന്നതാണ്. ദൈവം നമ്മളോട് കാണിച്ച ഈ കരുണയെ ഓർത്ത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമുക്കതിനെക്കുറിച്ച് പലപ്പോഴും ഒരു ഓർമ്മയില്ല. നമ്മൾ യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറി. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഡാനിലച്ച അച്ഛന് പിന്നെ എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയാം? 28. ഞാൻ എവിടെ പറഞ്ഞാലും ആളുകൾ ചിരിക്കുകയാണിത്. എനിക്ക് 45 വയസ്സുണ്ട്, 45. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ 45 വർഷത്തിനിടയിൽ അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ സത്യസന്ധമായിട്ട് കർത്താവിൻ്റെ വചനവേദിയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കത്തോലിക്ക തിരുസഭയിലെ ഒരച്ഛനായിട്ട് ദൈവം എന്നെ വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായോ? എനിക്ക് ഐഫോൺ ഉള്ളതല്ല, എനിക്ക് കാറുള്ളതല്ല, മറിച്ച് എനിക്ക് വേറെ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും അല്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മാർപ്പാപ്പയെ കണ്ടതല്ല, ഒന്നുമല്ല. മാർപ്പാപ്പയെ കണ്ടത് വലിയ സന്തോഷമാണ് എനിക്ക്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയിൽ ഒരച്ഛനായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നു, ഒരു വൈദികനായിട്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ ദൈവം നമുക്ക് തന്ന വലിയ ഒരു ദാനമാണ് ഈ ക്രൈസ്തവമായ വിളി. ഒരു വലിയ വിളിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ നമുക്ക് 2 വചനങ്ങൾ വായിക്കണം. നിങ്ങൾ പെട്ടെന്ന് 2 വചനങ്ങൾ. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളെ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ഒരു വചനം പറയുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കപ്പെടാൻ കൊള്ളരുതാത്ത ആളുകളായിരുന്നിട്ടും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് അവിടുത്തെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പം അങ്ങനെ നമുക്ക് ദൈവം തന്ന ഈ അമൂല്യമായ വിളിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള ആളുകളായിരിക്കണം. വായിക്കാം. നിയമാവർത്തനം 33, 10, 11 വാക്യങ്ങൾ. 10, 11, 12. നിയമാവർത്തനം ഡ്യൂട്രോണമി 32, 10, 11 and 12. നിയമാവർത്തനം 32, 10, 11, 12 വായിക്കാമോ? അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. വചനം പറയുകയാണ്, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. നമ്മൾ യേശുവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുന്നതിൻ്റെ വില ലോകത്തിലെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ യേശുവിൻ്റെ സ്വന്തമാണ്. എവിടെയും നമ്മളെ സഹായിക്കാൻ കർത്താവിൻ്റെ ദൂതന്മാരുണ്ട്. കർത്താവിൻ്റെ ദൂതൻ നമ്മുടെ ജീവനെ കാത്തു പാലിക്കുന്നു. അവിടുത്തെ ദൂതൻ നമുക്ക് മുമ്പേ പോകുന്നു. നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവ് നമുക്ക് കൂടെ വരുന്നു. വലിയൊരു വിലയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, നിത്യമായ വലിയ ഒരു ദാനം. അതാണ് പറയുന്നത്, അവിടുന്ന് അവനെ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. നമുക്ക് ദൈവം തന്ന ഈ അമൂല്യമായ ദാനമായ ഈ ക്രൈസ്തവ വിളിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് ലീഹ നമുക്ക് തന്ന ഈ വിളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു വചനമുണ്ട്. വലിയ ഒരു 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 ജീവിതമാണ് ദൈവം നമുക്ക് തന്നത്. വായിക്കാം നമുക്ക്. പത്രോസ് ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിക്കാം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. കണ്ട ആദ്യത്തെ വാക്യം, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ഈ ലോകത്തിലെ വേറെ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു ഭാഗ്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനതയ്ക്കുണ്ട്. ആ ജനതയ്ക്ക് ദൈവം അവരെ വിളിച്ചിരിക്കുന്നത് ഒരു മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കുമാണ്.
മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും. നമ്മൾ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, സമ്മതിച്ചാലും ഇല്ലെങ്കിലും, ഇതൊരു ദൈവിക സത്യമാണ്. ഇത് മാറ്റമില്ലാത്തൊരു പരമാർത്ഥമാണ്, പച്ചപ്പരമാർത്ഥം. നമ്മളെ ദൈവം വിളിച്ചത് വലിയ ഒരു ഔന്നത്യത്തിലേക്കും മഹത്വത്തിലേക്കുമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അത് നിങ്ങൾ പോയി വലിയ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ദൈവം അങ്ങനെ അനാദി മുതലേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് കർത്താവാണ് നമ്മളെ കണ്ടെത്തിയത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവാണ് നമ്മെ കണ്ടെത്തിയത്. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. എഫേസോസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണ്. വായിച്ച എഫേസോസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കേൾക്കുന്നുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. അതായത് നമ്മൾ മാമോദീസ മുങ്ങി, യേശുവിനെ അറിഞ്ഞു, യേശുവിൻ്റെ സ്വന്തമായി. എത്രയോ പേര്. ഞാൻ 100 കണക്കിന് ആളുകൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തിട്ടുണ്ട്. ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് അന്യമതത്തിൽപ്പെട്ടവർ, മറ്റു മതത്തിൽപ്പെട്ടവർ യേശുവിനെ അറിഞ്ഞ് മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ, അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ, ജീവിതത്തിൽ ക്രിസ്തു സ്വന്തമായി കഴിയുമ്പോൾ അവർക്ക് അവരുടെ നാവിലേക്ക് പരിശുദ്ധ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ അദമ്യമായ അസാധാരണമായ ഒരാനന്ദം കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞ് കണ്ണുകളിൽ നിന്നിങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകി, അങ്ങനെ ആ അശ്രുബാഷ്പങ്ങളുടെ നടുവിൽ അവരുടെ ആനന്ദം അവർ പ്രകടമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വലിയ ഒരു ദാനമാണ് ദൈവം നമ്മോട് കാണിച്ചത്! എത്ര വലിയ ഒരു ദാനമാണ് ദൈവം നമുക്ക് തന്നത്. അപ്പം അതുകൊണ്ട് സമറിയാക്കാരിയെ കാത്ത് യേശു കിണറ്റിൻ്റെ കരയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ തേടിച്ചെന്നതല്ല, ദൈവം നമ്മെ തേടി വന്നതാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി കാത്തിരുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെ ദൈവം നമ്മെ തേടിയെത്തി. അപ്പോൾ ഇതിനെ ഓർത്ത് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണ്. എൻ്റെ ഈശോ എന്നെ സ്വന്തമാക്കിയതാണ്. അവിടുന്ന് എന്നെ സ്വന്തമാക്കി. നമ്മൾ ലോകത്തിൻ്റെതല്ല, മറിച്ച് ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. 5-ാമത്തെ വാക്യം. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. അടുത്ത വാക്യം. ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ ഈ കഥ അല്ലെ ഈ സംഭവം പറയപ്പെടുന്ന പശ്ചാത്തലത്തിൽ വെള്ളം കോരാൻ പൊതു കിണറിനടുത്തേക്ക് സ്ത്രീകൾ പോയിരുന്നത് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ആയിരുന്നു. ഒന്നുകിൽ രാവിലെ. കൂടുതൽ സ്ത്രീകളും വെള്ളം കോരാൻ പോയിരുന്നത് രാവിലെ ആയിരുന്നു. അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, സ്ത്രീകൾ ഒറ്റയ്ക്ക് പോയിരുന്നില്ല. വെള്ളം കോരാൻ പോകുന്ന സ്ത്രീകൾ കൂട്ടമായിട്ടായിരുന്നു പോയിരുന്നത്. കൂട്ടമായിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കാണുകയാണ്. ഒന്ന്, ഈ സ്ത്രീ പതിവിന് വിപരീതമായി നട്ടുച്ചയ്ക്കാണ് എത്തിയത്. 2, ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് എത്തിയത്. ഉച്ചയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് വന്നത്. ഈ ഉച്ചയ്ക്ക് വന്നതും ഒറ്റയ്ക്ക് വന്നതും ഈ സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സൂചന നൽകുന്നുണ്ട്. ആ സൂചന ഇതാണ്: പബ്ലിക്ക് തന്നെ കാണണ്ട എന്ന് അവൾ ബോധപൂർവം തീരുമാനിച്ചു. തന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആരോടും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആരെങ്കിലും വിശേഷം ചോദിച്ചാൽ മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടാൽ ആരെയും അഭിവാദനം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, തന്നെ കാണുമ്പോൾ ആളുകൾ എന്തെങ്കിലും അടക്കം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഒറ്റയ്ക്ക് വന്നതും ഉച്ചയ്ക്ക് വന്നതും. അത് സൂചിപ്പിക്കുന്നത് അവൾ ആ സമൂഹത്തിന് കൊള്ളരുതാത്തവളായിരുന്നു എന്നാണ്. ഈ സംഭവം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും, അത്ര നല്ലതല്ലാത്ത ഒരു ജീവിത പശ്ചാത്തലമാണ് ഈ സ്ത്രീക്കുണ്ടായിരുന്നത്.
നല്ലതല്ലാത്തൊരു ജീവിതം, ധാർമ്മികമായി വളരെ മലിനമായതും മോശപ്പെട്ടതുമായൊരു ജീവിതമാണ് ഈ സ്ത്രീ നയിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാവണം സമൂഹം വളരെ കണ്ടംറ്റോടുകൂടി, വെറുപ്പോടുകൂടി, മമതയില്ലാതെ അവളെ കണ്ടതുകൊണ്ട് അവൾ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടു, സമൂഹത്തെ പേടിച്ചു, മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ ഭയപ്പെട്ടു. മനുഷ്യരുടെ മുമ്പിൽ എന്തെങ്കിലും പറയുമ്പോൾ ആക്ഷേപിക്കപ്പെടുമോ അവഹേളിപ്പിക്കപ്പെടുമോ എന്ന ഒരു ഭയം അവളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഒറ്റയ്ക്ക് വന്നവൾ, ഉച്ചയ്ക്ക് വന്നവൾ സമൂഹത്തെ ഭയപ്പെട്ടവളാണ്. ഷീസ് എ സോഷ്യൽ ഔട്ട്കാസ്റ്റ്. സമൂഹം അസ്പർശ്യത നൽകി, ചാർത്തിക്കൊടുത്ത്, അയിത്തം കൽപ്പിച്ച്, തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തിയ അയിത്ത ജന്മമായിരുന്നു ഈ സമറിയക്കാരിയുടെ ജന്മം. ഈശോ അവളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൾ വെള്ളം കോരാനായിട്ട് വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യേശു അവളോട് പറയുകയാണ് എനിക്ക് കുടിക്കാൻ തരിക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിലയില്ലാത്തൊരു സ്ത്രീ. വിലയില്ലാത്ത സ്ത്രീ എന്ന് ഞാൻ പറയുമ്പോൾ അവൾക്ക് വിലയില്ലെന്നല്ല, തനിക്കൊരു വിലയില്ലെന്ന് സ്വയം കരുതിയ, സ്വയം വിശ്വസിച്ച ഒരു സ്ത്രീ. അവൾക്ക് ഈശോ ഒരു വില കൊടുക്കുകയാണ് ഇവിടെ. ഈശോ അവളെക്കാൾ ഉയർന്ന ഒരാളാണ്. ഈശോ ഒരു യഹൂദ റബ്ബിയാണ്. ജാതിയിൽ അന്നത്തെ കാലത്തെ ചിന്താഗതി അനുസരിച്ച് കൂടിയ ആളാണ്. ഒരിക്കലും ഒരു സമറിയാക്കാരിയോട് ഒരിക്കലും മിണ്ടില്ല, സമറിയാക്കാരുടെ അടുത്ത് പോലും പോവില്ല, സമറിയാക്കാരുടെ വീട്ടിൽ കയറില്ല. മാത്രമല്ല, ഒരു യഹൂദ റബ്ബി സ്വന്തം അമ്മ തെരുവിൽ എതിരെ വന്നാലും അമ്മയോട് പോലും മിണ്ടില്ല, കാരണം അവൾ സ്ത്രീ ആയതുകൊണ്ട്. ഇതായിരുന്നു അന്നത്തെ പശ്ചാത്തലം. ഒരു യഹൂദ പുരുഷന്റെ പ്രാർത്ഥന ആരംഭിച്ചിരുന്നത് ഇങ്ങനെയാണ്: എന്നെ ഒരു വിജാതീയനായും ഒരു പന്നിയായും ഒരു സ്ത്രീയായും സൃഷ്ടിക്കാത്തതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ചേച്ചിമാർ എന്നോട് ക്ഷമിക്കണം, എൻ്റെ പ്രാർത്ഥനയല്ല. ഒരു യഹൂദ പുരുഷൻ അന്നത്തെ കാലത്ത് പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയാണ്? ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു 3 കാര്യങ്ങൾക്ക്. എന്നെ ഒരു വിജാതീയനായിട്ടും ഒരു പന്നിയായിട്ടും ഒരു സ്ത്രീ ആയിട്ടും സൃഷ്ടിക്കാത്തതിന്. അപ്പൊ സ്ത്രീയെ വിലമതിക്കാത്തൊരു കാലം. അപ്പൊ 1, അവൾ സ്ത്രീയാണ്. 2, അവൾ സമറിയാക്കാരിയാണ്. 3, അവളുടെ പശ്ചാത്തലം വളരെ മോശമാണ്. അങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ട് സ്വയം വില കൽപ്പിക്കാത്തൊരു സ്ത്രീയോട് യേശു പറയുകയാണ് എനിക്ക് കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കുമ്പോൾ, യേശു പറയുകയാണ്, ലോകത്താര് നിനക്ക് വില തന്നിട്ടില്ലെങ്കിലും മകളെ, എൻ്റെ കൺമുമ്പിൽ നിനക്കൊരു വിലയുണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവളാണ്. നീ എനിക്ക് കുടിക്കാൻ തരിക. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിന്നെ ആരെഴുതി തള്ളിയിട്ടുണ്ടെങ്കിലും, ആർക്ക് നിന്നെ വേണ്ടെങ്കിലും, ഈശോ പറയുകയാണ് നീ എനിക്ക് പ്രധാനപ്പെട്ട ഒരാളാണ്. എനിക്ക് വേണ്ടി നിനക്ക് എന്തോ ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടി ചെയ്യാൻ നിനക്ക് എന്തോ ഉണ്ട്, എന്തോ ചെയ്യാൻ പറ്റും. നീ വാല്യബിളായ ഒരാളാണ്. നീ ഇങ്ങനെ അധമബോധത്തിൻ്റെ അന്തഃപുരങ്ങളിൽ ആരും കാണാതെ മൂടപടമിട്ട് കഴിയേണ്ട ഒരു സ്ത്രീയല്ല. നീ ഇങ്ങനെ നിന്റെ നിരാശ്രയത്വത്തിൻ്റെയും നിഷേധാത്മകതയുടെയും അടച്ചിട്ട അകത്തളങ്ങളിൽ അസ്വാതന്ത്ര്യത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ചെങ്ങലപ്പൂട്ടുകളിട്ട് സ്വയം പൂട്ടി ബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പാരതന്ത്ര്യത്തിൻ്റെ കാരാഗ്രഹത്തിനകത്ത് കെട്ടപ്പെട്ട് കഴിയേണ്ട സ്ത്രീ അല്ല. നിനക്കൊരു വിലയുണ്ട്. ഈ അടുക്കളയിൽ നിന്ന്, ഈ പുകപടലങ്ങൾക്കിടയിൽ നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, ലോകത്ത് മതം, പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം, സമ്പത്ത്, സ്വാധീനം,
ചിന്താഗതികൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, ഭരണകൂടങ്ങൾ, സംവിധാനങ്ങൾ, ഇവയൊന്നും വില നൽകാത്ത, വില കൽപ്പിക്കാത്ത മനുഷ്യർക്ക് വിലയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ലോകത്ത് വിവിധങ്ങളായ സാമ്പ്രദായിക താരതമ്യപ്പെടുത്തലുകളുടെ ഇടയിൽ മനുഷ്യന്റെ നെറ്റിക്ക് മീതെ മനുഷ്യൻ സഹജീവികൾ ഒട്ടിച്ചു കൊടുത്ത ലേബലുകളെ വലിച്ചു കീറിയിട്ട് നീ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന പേരിൽ എല്ലാ മനുഷ്യനും വിലയുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഗ്രന്ഥമാണ് അഭിമാനത്തോടെ ഞങ്ങൾ നെഞ്ചിലെടുത്ത് പിടിച്ച് നടക്കുന്നത്, നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, അമൂല്യനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു വിലയില്ല എന്ന് ചിന്തിച്ച് നീ കഴിയുന്നുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, എനിക്ക് കുടിക്കാൻ താ. ഭർത്താവിന് വേണ്ടായിരിക്കും, ഭാര്യയ്ക്ക് വേണ്ടായിരിക്കും, മക്കൾക്ക് വേണ്ടായിരിക്കും, മാതാപിതാക്കൾക്ക് വേണ്ടായിരിക്കും, ഇടവക്കാർക്ക് വേണ്ടായിരിക്കും, ജോലി സ്ഥലത്ത് വിലയില്ലായിരിക്കും, സമൂഹത്തിൽ വില കൽപ്പിക്കപ്പെടാത്ത ആളായിരിക്കും. പക്ഷെ ദൈവരാജ്യത്തിൽ നിനക്കൊരു വിലയുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി നിനക്ക് ചെയ്യാൻ ഒരു ജോലിയുണ്ട്, നിനക്കൊരു സ്പേസ് ഉണ്ട്. നീ ദൈവരാജ്യത്തിന് വിലപ്പെട്ട ഒരാളാണ്. സമറിയക്കാരിയോട് പറയുകയാണ്, മോളെ, നിന്നെ ആർക്കും വേണ്ടാന്നോ അല്ലെങ്കിൽ നിന്നെ കണ്ടാൽ മനുഷ്യർക്ക് പുച്ഛമാണെന്ന് കരുതി സമൂഹത്തെ ഒഴിവാക്കി നടക്കുന്ന ഒരാളല്ലേ നീ. കൊച്ചൻ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് വലിയൊരു വിലയുണ്ട്. ഈ ഭൂമിയൊക്കെ മനുഷ്യരിനി ബൈബിൾ വായിക്കുമ്പോൾ ഇവളെ ഓർക്കാതെയും ഇവളെ വായിക്കാതെയും ഇവളെ ബൈപ്പാസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റില്ല. എനിക്ക് കുടിക്കാൻ തരിക. ആൻഡ് ദാറ്റ് വാസ് എ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. സംഭ്രമിപ്പിക്കുന്ന ഒരു വാചകമായിരുന്നു അവൾക്കത്. വിശ്വസിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവനോടൊരു മറുചോദ്യം കൊണ്ട് തൻ്റെ അപകർഷതാബോധത്തെ നേരിടാൻ ശ്രമിക്കുകയാണ്. അവനോട് ചോദിക്കുകയാണ്, അടുത്ത വാക്യം, അവനോട് ചോദിക്കുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് തുണ്ടത്തും കടവിൽ നിന്ന് വന്ന, ഇതൊന്ന് കേൾക്കണേ, തുണ്ടത്തിൻ കടവിൽ നിന്ന് വന്ന മോളി സിബി, ഈ സഹോദരിയെ തിരക്കി വീട്ടിൽ നിന്നും ആള് വന്നിട്ടുണ്ട്. ഈ പുറകുവശത്തേക്ക് വരിക. മോളി സിബി, തുണ്ടത്തും കടവിൽ നിന്ന് വന്ന മോളി സിബി ഈ സ്റ്റേജിന്റെ പുറകിലേക്ക് വരിക. അപ്പോൾ വായിക്കാം. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ അപ്പൊ ആ സമറിയാക്കാരി ഇവിടെ വെള്ളം കോരാമെന്ന് യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അത് വായിച്ചിട്ട് അടുത്ത് പറയാം. 8ാമത്തെ വാക്യം വായിക്കാമോ? അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ ലുലു മാളിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാര് സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. കേട്ടോണേ, അവന്റെ ശിഷ്യന്മാര്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മധ്യപൂർവേഷ്യ 35 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ചൂട് പകല്. ഈ ചൂടത്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന 13 ചെറുപ്പക്കാർ. ഈ 13 ചെറുപ്പക്കാര് ഒരുമിച്ച് വന്നിട്ട് അതിലെ നേതാവിനെ മാത്രം അവിടെ ഇരുത്തിയിട്ട് 13 പേർക്ക് ഭക്ഷണം വാങ്ങാൻ, കേൾക്കുന്നുണ്ടോ? 13 പേർക്ക് ഭക്ഷണം വാങ്ങാൻ 12 പേര് പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലോകത്താരയിൽ വരാപ്പുഴയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? നിങ്ങൾ 13 പേരുണ്ട്, 13 പേർക്ക് ഭക്ഷണം വാങ്ങാൻ 12 പേരൂടെ ഹോട്ടലിൽ പോയിരിക്കുകയാണ്. പോവില്ല, ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. പത്രോസ് പറഞ്ഞു, കർത്താവെ, അന്ത്രയോസും ഫിലിപ്പോസും കൂടെ പോയി ആഹാരം വാങ്ങും. കർത്താവ് പറഞ്ഞു, നോ 12 പേരും പോകും. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഇളയിറക്കാനല്ലേ, ഞാൻ മടുത്ത് കർത്താവെ, ഞാൻ നിനക്ക് കൂട്ടിരിക്കാം. കർത്താവ് പറഞ്ഞു, ഇല്ല, 12 പേരും പോകും. അന്ത്രയോസ് പറഞ്ഞു, എപ്പോഴും ഞാനല്ലേ പോകുന്നത്, ബാക്കി 11 പേര് പോട്ടെ, ഞാൻ നിനക്ക് കൂട്ടിരിക്കാം. സമറിയാ ദേശമാണ്, ആളുകൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, നിനക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? കർത്താവെ, ഞാൻ നിന്റെ കൂട്ടിരിക്കാം. കർത്താവ് പറഞ്ഞു, ഇല്ല അന്ത്രയോസെ, 12 പേരും പോകും. ഇയാൾക്ക് എന്നെ ഭ്രാന്തായോ എന്ന് അവർ വിചാരിച്ചു കാണും. കാരണം ഈ വെയിലത്ത് 13 ചെറുപ്പക്കാർക്ക് ഭക്ഷണം വാങ്ങാൻ ഒരാൾ പോയാൽ മതി. ശിഷ്യന്മാര് പട്ടണത്തിലേക്ക് പോയിരിക്കുകയാണ് ആഹാരം വാങ്ങാൻ വേണ്ടി. അപ്പൊ അതെന്തുകൊണ്ടെന്നറിയാം? എന്നെ ഒന്ന് കേട്ടോ.
അതെന്തുകൊണ്ടെന്നറിയാമോ? ഈശോയ്ക്ക് അറിയാം, ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായ, പശ്ചാത്തലം മോശമായ, ജീവിതത്തിൽ ഒന്നും സന്തോഷിക്കാനില്ലാത്ത, തന്നെക്കുറിച്ച് മോശപ്പെട്ടത് മാത്രം സ്വയം ചിന്തിച്ചു കൂട്ടിയ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ ഭൂതകാലത്തെ യേശു വലിച്ചു കീറാൻ പോവാ. അവരുടെ പഴയ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവാ. അവരുടെ ജീവിതത്തിൻ്റെ അധമബോധത്തിൻ്റെ സ്കാനിങ് നടത്താൻ പോവാണ്. അവരുടെ എക്സ്റേ എടുക്കാൻ പോവാണ്. അവളെ ഈ ഓപ്പറേഷൻ ടേബിളിലിട്ടിട്ട് സർജറി ചെയ്യാൻ പോവാണ്. അപ്പം ആ സമയത്ത് അവിടെ മൂന്നാമതൊരാൾ ഉണ്ടാകരുതെന്ന് യേശു ആഗ്രഹിച്ചു. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? നിന്റെ സ്വകാര്യതകളെ യേശു അത്രയേറെ മാനിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയോ ജീവിതത്തിലോട്ട്. മനുഷ്യരാരേലും പുറത്തിറഞ്ഞായിരുന്നെങ്കിൽ കല്ല് പറക്കി എറിഞ്ഞ് കൊന്നുകളയുന്ന തരത്തിലുള്ള പരിപാടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഹലോ, നമ്മൾ ചെയ്ത ലോകത്തുള്ള നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ നല്ലവരാണ്. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 45 കൊല്ലത്തിനുള്ളിൽ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഇവിടെ LED വാളിനകത്ത് വെച്ചാൽ നിങ്ങൾ ഈ ധ്യാനത്തിന് എന്നെ കയറ്റത്തില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെന്നല്ല ഇന്ത്യയെ പോലും താമസിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്നെയാണ് പറഞ്ഞതെങ്കിലും ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. അപ്പോൾ അതായത് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല ചേച്ചി. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൂടി വെളിയിൽ കുടഞ്ഞിട്ട് മനുഷ്യരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്താനായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാതെ നാണം കെട്ടുപോയനെ. യേശുവിന് നിർബന്ധമുണ്ട്. ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭൂതകാലം ചോദിച്ചറിയുമ്പോൾ, അവളുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും തുറന്ന് സമ്മതിക്കുമ്പോൾ, ഈ സ്നേഹനിധിയായ കരുണാമയനായ ദൈവത്തിൻ്റെ കുമ്പസാരക്കൂട് പോലൊരു ഹൃദയത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും ബലഹീനതകളും കുറവുകളും ഏറ്റുപറയുമ്പോൾ, മൂന്നാമതൊരാൾ അത് കേൾക്കാനായി കാതുകൂർപ്പിച്ച് നിൽക്കാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് 12 പേരെയും ഈ പൊരിവെയിലത്തേക്ക് യേശു പറഞ്ഞ് വിട്ടു. അവളെ ഒറ്റയ്ക്ക് നിർത്തി. സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? സമറിയാക്കാരും യഹൂദനും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. വാക്യം 10 വായിക്കാം. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്താണെന്നും. ഗൂസ് ബംസ് വരുന്ന വാചകമാണത്, രോമാഞ്ചം. എന്താണത്? ദൈവത്തിന്റെ ദാനം എന്താണെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് ചോദിച്ചവൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ദാഹജലം തരികയും ചെയ്യും. മോളെ, എൻ്റെ പൊന്നുമോളെ, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ തരുന്ന പരിശുദ്ധാത്മാവാകുന്ന ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും. നോ മോർ ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളൊന്നും ഇനി നിന്റെ ഹൃദയത്തിൽ അവശേഷിക്കാതെ നീ ഇനി എന്നോട് ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അതായത് നീ ശരിക്കും പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല പൊന്നുമോളെ എന്നാണ് ഈശോ പറയുന്നത്. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. 11-ാമത്തെ വാക്യം. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, മോളെ, ഈ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ അവന് പിന്നെയും ദാഹിക്കും. വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ അടുത്തോ. അപ്പോൾ അതായത് അവൾ പറയുകയാണ്, സാറേ, കാര്യമൊക്കെ ശരിയാണ്, കാര്യമൊക്കെ ശരിയാണ്. ഇത്രയും നേരം ഞാൻ ഒരുമാതിരി മര്യാദയ്ക്ക് ഡീസൻ്റായിട്ട് സംസാരിച്ചെന്ന് കരുതി ഞാൻ വെറും പൊട്ടിയാന്ന് വിചാരിക്കരുത്. ഇങ്ങേരുടെ കയ്യിൽ തൊട്ടിയില്ല, പാളയില്ല, പാത്രമില്ല, കിണറിനാഴമുള്ളത്. പിന്നെ എങ്ങനെയാണ് സാറേ, എങ്ങനെയാണ് ഇങ്ങനെ വെള്ളം കോരുമെന്ന് പറയുന്നത്? അപ്പൊ അവള് ചിന്തിച്ചത്, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തരുമെന്നാണ്.
അവള് ചിന്തിച്ചത്, നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, അവള് ചിന്തിച്ചത് ഈ കിണറ്റിലെ വെള്ളം കോരി അവൻ എനിക്ക് തന്ന് എൻ്റെ ദാഹം മാറ്റുമെന്നാണ്. ഒരുപാട് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഈ കിണറ്റിൽ നിന്ന് കോരി നമുക്ക് തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കും, അതാണ് അവൻ്റെ അനുഗ്രഹം എന്നാണ്. യേശു പറയുന്നത് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഈ കിണറ്റിൽ നിന്നല്ല ഞാൻ കോരിത്തരാൻ പോണത്. ഞാൻ ഈ ജീവജലം കോരിത്തരാൻ പോകുന്ന കിണർ വേറെയാണ്, കിണർ വേറെയാണ്. ഒരുപാട് വിശ്വാസികൾ ഇപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നത് ലോകമാകുന്ന ഈ കിണറ്റിൽ നിന്ന് ഭൗതികാനുഗ്രഹങ്ങളാകുന്ന വെള്ളം കോരി നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ കിണറ്റിൽ നിന്ന് തന്നുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞു, മക്കളെ തെറ്റിപ്പോയി, യു ആർ ടോട്ടലി മിസ്അണ്ടർസ്റ്റുഡ്. യു മിസ്അണ്ടർസ്റ്റുഡ് ദ തിങ്, യു ഗോട്ട് ഇറ്റ് റോങ്. ഈ കിണറ്റിൽ നിന്ന് കോരി തന്ന് നിന്നെ അംബാനിയാക്കാനല്ല ഞാൻ നിന്നെ വിശ്വാസിയാക്കിയത്. നിന്നെ അംബാനിയാക്കാനല്ല, നിന്നെ യേശുവാക്കാനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിന്നെ തൃപ്തിപ്പെടുത്തി നിന്റെ മാരുതി കാറ് ബെൻസ് കാറാക്കാനും നിന്റെ 1 നില വീട് 10 നില ഫ്ലാറ്റ് ആക്കാനുമല്ല നീ യേശുവിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ യേശുവിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവർ സുവിശേഷിക്കുന്ന അവർ പ്രഘോഷിക്കുന്ന സുവിശേഷം ഈ ലോകത്തിന് വേണ്ടിയുള്ള സുവിശേഷമാണ്, അത് യേശുവിന്റെ സുവിശേഷമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒരുപാട് ആളുകൾ ഓടുന്നത് ഈ കിണറ്റിലെ വെള്ളം കോരി തൃപ്തിപ്പെടുത്തുന്ന ഒരു യേശുവിനെ അന്വേഷിച്ചാണ്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ ജോലി എന്താണ്? വെള്ളം കോരി തരുന്ന ആളാണ്. അപ്പൊ അവള് പറയാണ്, ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബിനേക്കാളും വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറയുകയാണ്, കിണർ കൊള്ളാം, കിണറിന് പുരാതനത്വമുണ്ട്, നല്ലതാണ്, നല്ല പാരമ്പര്യമൊക്കെ പറയാനുണ്ട് ഈ സ്പിരിച്വാലിറ്റിക്ക്, സംഭവം കൊള്ളാം. പക്ഷെ ഈ ആചാരങ്ങളുടെ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആചാരങ്ങളുടെ കിണറ്റിൽ നിന്ന് കുടിച്ചോണ്ടിരുന്നാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. ശ്രദ്ധിക്കണം, കിണറിലേക്കല്ല ദൈവമക്കൾ എത്തേണ്ടത്, ഉറവയിലേക്കാണ്, കിണറിലേക്കല്ല. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കി തരാം. ആചാരങ്ങൾ ആ പെരുന്നാൾ, ഈ പെരുന്നാൾ, അത് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഭക്തരായിട്ട് കാണപ്പെടാം. ആളുകൾക്ക് തോന്നുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഉണ്ട്, എല്ലാ ആചാരത്തിലും ഉണ്ട്. പക്ഷെ പിന്നെയും ദാഹിക്കും. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ഉറവയിൽ നിന്ന് കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല. പറയാണ്, ഈ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും, പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, മതം എന്ന് പറഞ്ഞാൽ കിണർ, ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവാകുന്ന ഉറവ. നിങ്ങളൊരു മതവിശ്വാസിയാണ്, നല്ലതാണ്, നിങ്ങൾക്ക് പിന്നെയും ദാഹിക്കും. നിങ്ങളുടെ ദാഹം ഒരിക്കലും തീരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സംതൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം ജീവിതത്തിൽ ഉണ്ടാവില്ല. മതം നമ്മളെ കൂടുതൽ അത്യാഗ്രഹികളാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അടുത്തതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആത്മീയത നിങ്ങളെ സംതൃപ്തിയുള്ളവരാക്കും. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ തൃപ്തി ഉണ്ടാവും. ഒരു വചനം വായിച്ചേ, തിമോത്തിയിലൂടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് വായിക്കാം, 1 തിമോത്തി 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. 1 തിമോത്തി 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തിമോത്തി 6 മുതൽ വായിച്ചേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല.
ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഈ വരാപ്പുഴയിൽ കൺവെൻഷന് വരുന്നതിന് തൊട്ട് മുമ്പ് ന്യൂയോർക്കിൽ, അമേരിക്കയിലെ ന്യൂയോർക്കിലായിരുന്നു ധ്യാനിപ്പിച്ചത്. അവിടെ ഒരു ചേട്ടൻ മാത്രമല്ല, ഒത്തിരി പേര് പറഞ്ഞു. ഒരു ചേട്ടൻ വന്ന് കണ്ണുനീരോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, എഴുതി തരികയും ചെയ്തു, എനിക്ക് 3 വീട് ഇവിടെ ഉണ്ട്, 1-ലധികം വീടുകൾ നാട്ടിലുണ്ട്, തോട്ടമുണ്ട്, ഇഷ്ടം പോലെ ഡോളറുണ്ട് എൻ്റെ കയ്യിൽ, മക്കളെല്ലാം നല്ല നില, പ്രൊഫഷൻ ഞാൻ പറയുന്നില്ല, ഒരു പ്രൊഫഷനും പറഞ്ഞു, മക്കളെല്ലാം നല്ല നിലയിലുമാണ്, എല്ലാം ഉണ്ടച്ചാ, സമാധാനം മാത്രമേ ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. വരാപ്പുഴയിലാണെങ്കിലും വാഷിങ്ടണിലാണെങ്കിലും ഒരുപോലെ ഉള്ളൂ. മനസ്സിൽ എവിടെ താമസം, ഇപ്പൊ കാനഡയിലാണെങ്കിലും വല്ല കാട്ടുമുക്കിലാണെങ്കിലും ഒരുപോലെ ഉള്ളൂ. സമാധാനം ഉണ്ടോന്നുള്ളതാ വിഷയം. സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ, ഗാർഡനിൽ വെള്ളം ഒഴിക്കുകയാണ്. വിദ്യാഭ്യാസം തീരെയില്ല, എഴുതാനും വായിക്കാനും അറിയാമോ എന്ന് തന്നെ സംശയമാണ്. പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യനാണ്. ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്നതാണ് അയാളുടെ ജോലി. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിലൊന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ വഴിക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ കയറി. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു. ഒരു 6000 രൂപ ശമ്പളം കാണും ഇയാൾക്ക്. 6000 രൂപ, അത്രേ ഉള്ളൂ. പക്ഷെ ആ 6000 രൂപ ശമ്പളം കൊണ്ട് ഒരു രാജാവിനെ പോലെയാണ് അവൻ ജീവിക്കുന്നത്. ഒരു രാജാവിനെ പോലെ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ചെറിയൊരു വീട്, പക്ഷെ നല്ല വൃത്തി. ചെറിയ വീടാണ്, വലിയ ബംഗ്ലാവ്, പാലസ് ഒന്നുമല്ല, കൊട്ടാരമൊന്നുമല്ല, ബംഗ്ലാവല്ല, ചെറിയ വീടാണ്. മുറ്റത്തൊരു ചെറിയ കിണറുണ്ട്, ടോയ്ലറ്റ് വെളിയിലാണ്. പക്ഷെ നല്ല സ്വർഗം പോലൊരു വീട്, ഭാര്യ, 2 പെൺമക്കള്. വീടിനകത്ത് കയറുമ്പോൾ അറിയാം അവിടെ പരിശുദ്ധാത്മാവുണ്ട്. എനിക്കൊരു കാര്യം അറിയാൻ പറ്റും. എന്താണെന്നറിയാം? ഒരു സ്ഥലത്ത് കാല് കുത്തുമ്പോൾ അവിടുത്തെ സാധനം എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഒരു വീട്ടിൽ കാല് കുത്തുമ്പോൾ അവിടെ പ്രാർത്ഥനയുണ്ടോ എന്ന് നിങ്ങൾ പറയാതെ ഞാൻ അങ്ങോട്ട് പറയാം. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന്, ഇവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന്, ഇത് തെറി വിളിക്കുന്ന വീടാണോ അല്ലയോ എന്ന് എന്നോട് പറയണം, ഞാൻ അങ്ങോട്ട് പറയാം. അതെനിക്കറിയാം. വേറെ സിദ്ധിയൊന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഇതെനിക്കുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ആ വീട്ടിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന പോലാണ്. അന്ന്, അതായത് ഒരു 10 കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് അവന് കഷ്ടിച്ച് 6000 രൂപ കിട്ടുമായിരിക്കും. ഇപ്പോഴും അവനതുപോലെ ശമ്പളം ഇത്തിരി കൂടി കാണുമെന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വരാപ്പുഴയിലാണോ വാഷിങ്ടണിലാണോ എന്നുള്ളത് വിഷയമല്ല, തൃപ്തി ഉണ്ടോ എന്നുള്ളതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ്. വായിക്കാം. കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അടുത്ത വാക്യം, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബദിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ദൈവ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുപോകാനും ഇടയായിട്ടുണ്ട്. അത് ഞാൻ കൂട്ടിച്ചേർത്താണ്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനും ദൈവ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുപോകാനും. തീപ്പന്തം പോലെ ജ്വലിച്ചിരുന്ന ചില അഭിഷിക്തരെ, ചില ദൈവ ശുശ്രൂഷകരെ എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്. തീപ്പന്തം പോലാണ് ജ്വലിച്ചിരുന്നത്. വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഒരു കാലത്ത് എന്ത് ചെയ്തു? ധനമോഹം വന്ന് പിടികൂടി. ധനമോഹം, കള്ളം പറഞ്ഞും നുണ പറഞ്ഞും ആളുകളെ പറ്റിച്ചും കാശ് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ കാശ് വാങ്ങിച്ച് കോടീശ്വരന്മാരായി. അഭിഷേകം വട്ടപൂജയായി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവരാജ്യത്തിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിയോഗിച്ച മനുഷ്യര് കരിക്കട്ട പോലായി. എന്താ കാര്യം? ധനമോഹം. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? അതുകൊണ്ട് പറയുകയാണ്, അവള് വിചാരിച്ച് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തരുമെന്ന്. കർത്താവ് പറഞ്ഞു,
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാവണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കാൻ പോണില്ല. ഉണ്ടോ? പൈസ വേണം. പക്ഷേ കാശല്ല യജമാനൻ, ദൈവമാണ് യജമാനൻ. പണം ആവശ്യത്തിന് ദൈവം തരും. ആവശ്യമുള്ളപ്പോൾ ആവശ്യത്തിന് ദൈവം തരും. അത് ദൈവത്തെ വിശ്വസിച്ചോണം, ദൈവത്തെ ആശ്രയിച്ചോണം. കർത്താവ് കോടിക്കണക്കിന് ബാധ്യതകളുടെ നടുവിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ലോകം പറഞ്ഞപ്പോൾ മടുത്തും മരവിച്ചും നിരാശപ്പെട്ടും വന്ന ജീവിതങ്ങളെ എൻ്റെ മനസ്സിലുണ്ട്. ദൈവം തരും. ദൈവം അത്ഭുതകരമായി വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്ത് ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. അതുകൊണ്ട് ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും ദൈവം ഇടപെടും. ഒന്നും വിഷമിക്കേണ്ട. ദാരിദ്ര്യം എല്ലാം എടുത്തു മാറ്റും ദൈവം. പക്ഷെ പണമല്ല ദൈവം. ദൈവമാണ്. പണത്തെ ദൈവമായിട്ട് കാണരുത്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് അധമ മാർഗത്തിലൂടെയും നുണ പറഞ്ഞ് കാശുണ്ടാക്കരുത്. അഴിമതി കാണിച്ച് പൈസ കൈക്കൂലി വാങ്ങിച്ച് കാശുണ്ടാക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായ? മേശക്കടിയിലൂടെ കാശ് വാങ്ങരുത്. കൈക്കൂലി വാങ്ങി പണം ഉണ്ടാക്കരുത്. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ സ്വന്തം ശവക്കല്ലറയ്ക്ക് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണെന്ന് നമ്മൾ വായിക്കുന്ന ബൈബിൾ പറയുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ. പാവപ്പെട്ടവനെ കഴുത്ത് ഞെരിച്ച് കാശുണ്ടാക്കരുത്. ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിലോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം, കൈക്കൂലി വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. മക്കൾക്കത് ഗുണപ്പെടില്ല, കുടുംബത്തിനത് ഗുണപ്പെടില്ല. പാവപ്പെട്ടവൻ്റെ കണ്ണുനീരുണ്ട്, കൊള്ളപ്പലിശ വാങ്ങരുത്. പാവപ്പെട്ടവൻ്റെ കണ്ണുനീരുണ്ട് അതിനകത്ത്. അവൻ കണ്ണുനീരോടാണ് അത് തരുന്നത്. അത് നിനക്ക് നാശത്തിന് കാരണമാകും. മനസ്സിലായോ? അതായത് പാവപ്പെട്ടവനെ ഞെരുക്കരുത്. പട്ടിണി കിടക്കുന്നവനെ കണ്ടിട്ട് കാണാതെ പോകരുത്. സഹായം അറിയിക്കുന്നവനെ കണ്ടിട്ട് സഹായിക്കാതെ പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തരാനല്ല ഈശോ വന്നത്, മറിച്ച് പരിശുദ്ധാത്മാ, ആ ദൈവത്തിൻ്റെ ദാനം. ഈശോയ്ക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം എന്താണെന്ന് അറിയണം. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യമോ കടബാധ്യതയോ ഉണ്ടാവത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് ദൈവം ആയതുകൊണ്ട് ദൈവം എല്ലാം ഏറ്റെടുത്തോളും. അപ്പൊ ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച്. 14 വാക്യം 14, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഇവിടൊക്കെ ദീപാവലിയാണോ? ഇവിടെ ദീപാവലിയാണോ? ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നു അവിടെ എല്ലാം. എന്താ അത്? നിങ്ങൾ വന്നതറിഞ്ഞോ നാട്ടുകാർ? പടക്കം പൊട്ടി അല്ല, എന്താ? ഞാൻ ചോദിക്കാം, അറിയാൻ വേണ്ടി ചോദിക്കുക. എന്താ അത്? അല്ല, ഇവിടല്ല. ഇത് അവിടെ ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാം പടക്കം പൊട്ടി. ഇനി വല്ല ദർശനമാണോ? ആകാശത്തെല്ലാം ഇങ്ങനെ പൂത്തിരികൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ നോക്കുമ്പോൾ. എന്താ കാര്യം? നമ്മുടെ കൺവെൻഷൻ വന്ന കാര്യം ആളുകൾ അറിഞ്ഞോ? എന്താ കാര്യം? ഇത് എവിടെ ഇങ്ങനെ പൊട്ടിക്കുക? എന്തോ ആവട്ടെ, ഒന്ന് കൈ അടിച്ച് കർത്താവിനെ എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിച്ചാണ് ആളുകൾ നമ്മുടെ കൺവെൻഷനെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പോ ഈശോ പറയാണ്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് മാറും. അപ്പോൾ ഈശോ തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി കിട്ടും. നമ്മുടെ ദാഹം ശമിക്കും. ദൈവത്തിന് വേണ്ടി ദാഹിച്ചാൽ നമ്മൾ പിന്നെ ലോകത്തിന് വേണ്ടി ദാഹിക്കില്ല. ലോകത്തിന് വേണ്ടി ദാഹിക്കുന്നത് ദൈവമില്ലാത്തതിൻ്റെ അടയാളമാണ്. അതായത് നല്ല ഒരു സിനിമ കണ്ടു ഈ ദിവസങ്ങളിൽ, നല്ലൊരു സിനിമ. സിനിമയൊക്കെ കാണുമല്ലേ? കാണും. മനസ്സിലായോ? ഏത് സിനിമയാണ്? നിങ്ങൾ പറയുന്ന സിനിമയൊന്നുമല്ല. ഞാൻ ഒരു സിനിമയുണ്ട്, ഫ്ലൈറ്റിലിരുന്ന കണ്ടേ, ജീസസ് റെവല്യൂഷൻ. നല്ലൊരു മൂവിയാണ് ജീസസ് റെവല്യൂഷൻ. ആരെങ്കിലും കാണാൻ പറ്റുന്നത്? നെറ്റ്ഫ്ലിക്സിലുണ്ട്, ജീസസ് റെവല്യൂഷൻ. അപ്പം അതിനകത്ത് തെരുവിൽ കഞ്ചാവിനും മദ്യത്തിനും അടിമയായി കിടക്കുന്ന ഹിപ്പികളുടെ കാലത്തെ കഥയാണത്. അപ്പോൾ ഈ അങ്ങനെ അടിമയായിട്ട് കിടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെറുപ്പക്കാരായ സുവിശേഷകർ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അവർ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അതിലെ ഒരു ചെറുപ്പക്കാരൻ ഈശോയെ പോലെ, നമ്മുടെ ഇപ്പോഴത്തെ ചോസൺ എന്ന് പറയുന്ന എപ്പിസോഡില്ലേ, ചോസൺ കണ്ടിട്ടുണ്ടോ? ഈ ചോസണകത്ത് ഈശോയായിട്ട് അഭിനയിക്കുന്ന ആളില്ലേ, ആ ആളാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ആ ചെറുപ്പക്കാരിങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടി സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ കഞ്ചാവിന് അടിമയായ ചെറുപ്പക്കാരെ എല്ലാം അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പള്ളിയിലെ ആളുകൾ, ഭക്തരായ ആളുകൾ പരിഭവിക്കും. ഇവരെയൊക്കെയാണോ, കഞ്ചാവുകാരെയാണോ പള്ളിയിൽ കൊണ്ടിരുന്നതെന്ന് ചോദിച്ചിട്ട്.
അപ്പം അന്നേരം ആ മനുഷ്യൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഇവൻ ഈ കഞ്ചാവിന് വേണ്ടി ദാഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇവ യഥാർത്ഥത്തിൽ ഈ കഞ്ചാവിന് വേണ്ടിയല്ല ഇവനീ ദാഹിക്കുന്നത്, ഈ ഡ്രഗിന് വേണ്ടിയല്ല അവനീ ദാഹിക്കുന്നത്. അവന് ദൈവത്തെ കിട്ടാത്തത് കൊണ്ട് അവൻ ദൈവത്തിന് പകരം ഈ ലഹരി പകരം വെച്ച് പോയതാണ്. ദൈവം ഒരു ലഹരിയായാൽ പിന്നെ മനുഷ്യന് വേറെ ഒരു ലഹരിയുടെ ആവശ്യമില്ല. ദൈവം ഒരു ലഹരിയായിട്ട് മാറിയാൽ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന്. ഇപ്പം ഇന്ന് രാവിലെ ജോൺ പോൾ സംസാരിച്ചു യൂത്തിനോട്. കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന ചെറുപ്പക്കാരന് ഇന്ന് മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, കഞ്ചാവ് വേണ്ട, ഒന്നും വേണ്ട. ദൈവം മാത്രം മതി, ബൈബിള് മതി, ദൈവം മതി, കർത്താവ് മതി, സുവിശേഷം മതി. എന്താ കാര്യം? അവന് കിട്ടണ്ട ഉന്നതത്തിൽ നിന്ന് ഈശോ കൊടുത്ത ദാഹജലം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് കിട്ടേണ്ടതെല്ലാം കിട്ടി. അപ്പൊ ഈശോ പറയാണ്, ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ അവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. പിന്നെ വേറൊരു നല്ല സിനിമയുണ്ട്, ഞാൻ സിനിമയെക്കുറിച്ച് പറയാം, അത് നിങ്ങൾ പറ്റുകയും കാണാം. ഫൊർഗിവൺ എന്ന് പറയുന്നൊരു സിനിമ. ഫൊർഗിവൺ ഒക്കെ നല്ല സിനിമകളാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് സുവിശേഷമാണ് മുഴുവൻ. ഒരു മനുഷ്യൻ അവൻ്റെ ഗേൾഫ്രണ്ടിനെ വെടിവെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്നൊരു പള്ളിക്കകത്ത് കയറും. ആ പള്ളിക്കകത്തെ സർവീസ് കഴിഞ്ഞ് ഒരപ്പനും 2 പെൺമക്കളും കൂടി പള്ളിയൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഗേൾഫ്രണ്ടിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് ഓടി വന്ന് അവനെ 3 പേരെ ബന്ധിയാക്കി മാറ്റും. അങ്ങനെ തോക്കൻ മുനയിൽ നിർത്തി പോലീസുകാരിങ്ങനെ വെളിയിൽ വന്ന് അവനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അകത്ത് വെച്ച് ഈ പെൺകുട്ടികൾ അവനോട് യേശുവിനെ കുറിച്ച് പറയും. ക്ഷമിക്കപ്പെടുക എന്നതിൻ്റെ വില എന്താണെന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കും. ഫൊർഗിവൺ എന്നാണ് ആ സിനിമയുടെ പേര്, ഫൊർഗിവൺ. മനസ്സിലായി? ചപ്പും ചവറും കാണുന്നതിന് പകരം നല്ല സിനിമകളുണ്ട് ലോകത്ത്. അപ്പോൾ പോട്ടെ, ഇവിടെ ഒന്നും പറയാനല്ലല്ലോ ഇവിടെ നിങ്ങൾ എന്നെ വിളിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഉടനെ അവൾ പറയുകയാണ്, അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. ഉടനെ അവൾ പറഞ്ഞു, സാറേ സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ദാഹമാണ്, എനിക്ക് നീ പറഞ്ഞ ആ ഉന്നതത്തിൽ നിന്നുള്ള ആ ജീവന്റെ ജലം എനിക്ക് തരിക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? മടുത്തായിരുന്നല്ലേ? മടുത്തോ? ഇല്ല. നായ്ക്കമ്പറമ്പിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇരിക്കാം. സമറിയക്കാരി ഈശോയോട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ദാഹജലം എനിക്ക് തരിക. ഇത് ഒരാൾ ജീവിതത്തിൻ്റെ ഏത് സമയത്ത് ഒരാൾക്ക് പറയാൻ പറ്റുന്നോ ആ സമയം മുതൽ അയാളുടെ ജീവിതത്തിൽ മാറ്റം വരും. കർത്താവേ, എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് മോചനം താ, ഈ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കുക, എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ താ, എനിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ആഗ്രഹം താ, എനിക്ക് വചനത്തോട് ദാഹം താ, എൻ്റെ മനസ്സിൻ്റെ ആത്മീയ മരവിപ്പ് എടുത്ത് മാറ്റ്, എനിക്ക് ഈ ദാഹജലം തരുമോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സത്യസന്ധതയോടെ നീ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ ഈശോയോട് അവൾ ചോദിക്കുകയാണ്, കർത്താവേ, എനിക്ക് ആ ജലം തരുമോ? അപ്പോൾ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. ഇനിയാണ് ഈ കഥ തിരിയാൻ പോണത്. ഇത്രയും നേരം ഒരു സാധാരണ സംഭാഷണം പോലെ മുന്നോട്ട് പോയി. ഇനി കർത്താവ് അവളുടെ വ്യക്തി ജീവിതത്തിനകത്തേക്ക് കടക്കുകയാണ്. ഈശോ പറയുകയാണ്, ഈ ദാഹജലം ഞാൻ നിനക്ക് തരാം, പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരാം, നിന്നെ ഞാൻ എൻ്റെ മണവാട്ടിയാക്കി മാറ്റാം, ഞാൻ നിന്നെ സ്വന്തമാക്കാം. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ്, നിന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം നീ അംഗീകരിക്കണം. നിന്റെ ലൈഫിലെ പ്രശ്നങ്ങളെ നീ ഒഴിഞ്ഞു മാറരുത്, അതിനെ അംഗീകരിക്കണം. നിന്റെ പ്രോബ്ലം എന്താണെന്ന് നീ അറിയണം, എന്നാലേ സൊല്യൂഷൻ തരാൻ പറ്റൂ. അപ്പൊ ഈശോ പറയുകയാണ്, ഒരു മേഖല അഡ്രസ് ചെയ്യാനുണ്ട് മോളെ. ആ മേഖലയാണ് നിന്റെ ദാമ്പത്യ ജീവിതം. അത് താറുമാറായി കിടക്കാണ്. നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക,
കൂട്ടിക്കൊണ്ട് വരില്ല എന്നൊരു 100 തവണ അറിയാമായിരുന്ന സമയത്താണ് ഈ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത്. അത് അവളുടെ ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവസമക്ഷം തുറന്നു വെച്ച് നമ്മുടെ പരാധീനതകൾ കർത്താവിനോട് തുറന്നു പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തെ അനുവദിക്കണം. നമ്മൾ മതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചാൽ പ്രശ്നം എന്തെന്നറിയാമോ? മതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഈ ആചാരങ്ങളെല്ലാം ചെയ്യും, പക്ഷെ ഒരിക്കലും നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ദുഷിച്ച മേഖലയിലേക്ക് ദൈവം കടന്നു വരാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അതെല്ലാം അതുപോലെ തന്നെ തുടരും. നമ്മളൊരു മതത്തിൻ്റെ ഭാഗമായാൽ, അല്ലെ മതവിശ്വാസികളായിട്ട് ജീവിച്ചാൽ പ്രശ്നം എവിടെയാണ്? നമ്മൾ എല്ലാ ആചാരങ്ങളും ചെയ്യും, പക്ഷേ ഈ ആചാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്, എൻ്റെ സ്വഭാവം തിരുത്താൻ യേശുവിനെ അനുവദിക്കില്ല. ഈശോ പറഞ്ഞ മനോഹരമായ ഒരു ഉപമയുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഉപമയാണ്. അത് 15-ാം അധ്യായത്തിൻ്റെ 8 മുതലാണ്. ഞാൻ വായിക്കാം. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലെ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടി കഴിയുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുക, എൻ്റെ നാണയം നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടിയിരിക്കുന്നു. ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലെ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം അന്വേഷിക്കാത്തത്? നാണയം നഷ്ടപ്പെട്ട സ്ത്രീ, 10 രൂപ ഉണ്ടായിരുന്നു, 1 രൂപ നാണയങ്ങളായിരുന്നു, അതിൽ 1 രൂപ നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെയൊന്നും അന്വേഷിക്കത്തില്ല. ഈ നാണയം എന്ന് പറയുന്നത് അവളുടെ താലിമാല കോർത്തുണ്ടാക്കിയ നാണയങ്ങൾ. യഹൂദ സ്ത്രീകളുടെ താലിമാല നാണയങ്ങൾ കോർത്തുണ്ടാക്കിയതായിരുന്നു. അതിലെ അവളുടെ താലിമാലയിലെ ഒരു നാണയമാണ് പോയത്. അതായത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിൻ്റെ ഓർമ്മയ്ക്കായി അവൾ സൂക്ഷിച്ചു വെച്ച, അടയാളപ്പെടുത്തിയ ഈ ആടയാഭരണത്തിൽ നിന്നാണ് ഒരു നാണയം വഴുതി വീണത്, നഷ്ടപ്പെട്ടത്. അത് അവളുടെ മംഗല്യ ജീവിതം പോലെ, ദാമ്പത്യ ജീവിതം പോലെ മനോഹരമായ ഒരു ഓർമ്മയായതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു ബന്ധത്തിൻ്റെ ഓർമ്മയായിരുന്നു അത്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ ബന്ധത്തിൻ്റെ ഓർമ്മയായി അവൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ആ നാണയത്തിലെ ഒരു നാണയമാണ് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ ആ നാണയം നഷ്ടപ്പെട്ടപ്പോൾ അവൾക്കത് വളരെ പ്രയാസം തോന്നി. അപ്പോൾ അവള് ആ നാണയം നഷ്ടപ്പെട്ടത് അവളെ വേദനിപ്പിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ഈ നാണയം നഷ്ടപ്പെട്ടപ്പോൾ അവൾ വീട് അടിച്ചു വാരി, വിളക്ക് കൊളുത്തി അടിച്ചു വാരി അന്വേഷിച്ചതിൻ്റെ കാരണം കേൾക്കുന്നുണ്ടോ? നാണയം നഷ്ടപ്പെട്ടതിൻ്റെ വില അവൾക്ക് മനസ്സിലായി. നാണയം നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവൾക്ക് മനസ്സിലായി. ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചറിയുകയാണ്, എനിക്ക് ശാന്ത സ്വഭാവം ഇല്ല, എനിക്ക് എളിമയോടെ പെരുമാറാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര സ്വാർത്ഥതയുള്ള ഒരാളാണ്, ഞാൻ ഇങ്ങനെ ശരിയാവില്ല, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്നേഹമാണ്, എൻ്റെ എളിമയാണ്, എൻ്റെ പരോപകാര സ്വഭാവമാണ്, എൻ്റെ കരുണയുള്ള ഹൃദയമാണ്, അതെനിക്ക് നഷ്ടപ്പെട്ടു. ഇതിനെക്കുറിച്ചൊരു വേദന ഉണ്ടായാലേ നമ്മൾ അത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അന്വേഷിക്കത്തുള്ളൂ. ഒരുപാട് പേരുടെ പ്രശ്നം നമുക്കിതൊരു വേദനയേ അല്ല, മനസ്സിലാവും, നമുക്കിതൊരു പ്രശ്നമേ അല്ല. എന്താ? നമ്മളിങ്ങനെ അക്രമികളായിട്ട് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കുറ്റബോധവും ഇല്ല, നമുക്കൊരു ഭാരവും ഇല്ല, നമ്മളെ അത് വിഷമിപ്പിക്കുന്നില്ല. നമുക്ക് എന്താ കുഴപ്പമെന്ന് നമ്മൾ ചോദിക്കുന്നത്. കുമ്പസാരക്കൂട്ടി ചെല്ലുമ്പോഴും അവിടെ ഇരിക്കുന്ന അച്ഛനെന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അച്ഛനോട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? വല്ലതും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേക്കാൻ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല, വല്ലതും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേക്കാൻ. അച്ഛനെന്തോ കണിയാനാണോ?
പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഉദ്ദേശം എന്താണെന്നറിയോ? കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന ഉദ്ദേശം എന്താണെന്നറിയോ? കൊന്നിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല. അതാണ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. വിഷമൊന്നും വിചാരിക്കല്ലേ, വിഷമിച്ചാലും വേണ്ടില്ല. ആണ്ട കിടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എത്ര പെട്ടെന്നാണ് കുടകൾ നിവരുന്നത്. പേടിക്കണ്ട, പേടിക്കണ്ട, അതിപ്പോ പോവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ദാ പോയി, ദാ വന്നു, ദാ പോയി. അപ്പോ ഞാൻ കുടകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി പോയി ഇല്ലേ? പോയി. ആ, വടക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് അവ ഓർമ്മിപ്പിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. മടക്ക്. നീയാണ് ഇതെല്ലാം പ്രശ്നമെല്ലാം ഉണ്ട്. നീ തുറക്കുമ്പോഴാണ് അമ്മച്ചിക്ക് തുറക്കാൻ തോന്നുന്നത്. അപ്പോൾ ഓക്കെ. ആ, പക്ഷെ ക്യാമറ നനഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, എന്താണാവോ പറഞ്ഞോണ്ടിരുന്നേ? കുമ്പസാരിക്കാൻ വന്ന സമയത്ത് അച്ഛനോട് പറയാണ്, ഓ പ്രത്യേകിച്ചൊന്നും ഇല്ല അച്ഛാ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേര്, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്, പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യാം, ആ കർമ്മന മാതാവിനെ എടുത്ത് താഴോട്ട് വെച്ചിട്ട് ചേച്ചി അങ്ങോട്ട് കയറിയിരിക്കും. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് ചോദിച്ചു നോക്കണം. ഞാൻ പണ്ട് 28 വർഷമായിട്ട് കുമ്പസാരിക്കാത്തൊരു ചേട്ടനുണ്ടായിരുന്നു. കൊട എങ്ങനെ നിവൃത്തി, ഇനി സമാധാനമാവട്ടെ, ആ വിഷമം കൊണ്ടിനി മാനസാന്തരപ്പെടാതിരിക്കണ്ട. കൊട ഇത്തിരി പൊക്കി പിടിച്ചോ കൊട, ഞാൻ ഒന്ന് കാണട്ടെ നിങ്ങളെ, നാളെയും കൂടെ അല്ലേ കാണാൻ പറ്റൂ, അത് കാണട്ടെ. ഓക്കെ. അപ്പോൾ ഈ 28 വർഷമായിട്ട് ഇയാൾ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. ചേട്ടൻ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമായിരുന്നു, ബീഡിയൊക്കെ വലിച്ചിങ്ങനെ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുകയാണ്. അന്നേരം ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ പള്ളിക്കകത്ത് കയറാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, പള്ളിക്കകത്ത് ആകെ ഒരു ഫാനേ ഉള്ളൂ, അത് പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? കുറച്ച് സാരമില്ല, ഇത് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇത് കേട്ടോ, പെട്ടെന്ന് നിർത്താം. നിങ്ങൾ നോക്കിയോ, അങ്ങനെ 20 പോട്ടെ, അതൊന്നും പറയണ്ട, സമയം കളയണ്ട. അപ്പോൾ വീട് അടിച്ചു വാരി അന്വേഷിച്ച് ഈ നാണയം നഷ്ടപ്പെട്ടത് കണ്ടെത്താൻ അവൾക്ക് ഒരാഗ്രഹം വന്നത്, അവൾക്ക് ഈ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ അങ്ങനെ ഇരിക്കും കൊട കൊണ്ട് രക്ഷപ്പെടാന്നല്ലേ വിചാരിച്ചത്. ഇതാ കാറ്റ് വരികയാണ്. വചനം പറ. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. 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 ഹല്ലേലൂയ. ഇപ്പം ഇനി കൊടയുടെ അടിയിലിരുന്ന് ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതായത് ഈ സ്ത്രീക്ക് ഈ നാണയം അന്വേഷിക്കാനുള്ള ആഗ്രഹം വന്നത് ആ നാണയം നഷ്ടപ്പെട്ടതിൻ്റെ വില അറിഞ്ഞപ്പോഴാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പുണ്യവും വിശുദ്ധിയും സ്നേഹവും നന്മയും നഷ്ടപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല.
നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ നല്ലവരാണെന്ന് വിചാരിച്ചാണ്, നമുക്കൊരു കുറവില്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സമറിയാക്കാരിക്ക് വന്ന ഏറ്റവും വലിയ നന്മ, ഈശോ അവളിലേക്ക് വലിയ കരുണ ഒഴുക്കാൻ ഇടയാക്കിയ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, അവൾ പറഞ്ഞു എനിക്ക് ഈ ദാഹജലം തരിക. അപ്പോൾ ഈശോ പറയുകയാണ്, നിനക്ക് തിരുത്തേണ്ട ചില മേഖലകളുണ്ട്, അത് നീ അംഗീകരിക്കണം, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ല. ഈശോ അവളോട് പറയുകയാണ്, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. 5 പേരെ മാറി മാറി പരീക്ഷിച്ചു, ഇപ്പൊ 6ാമത് ഒരാൾ വന്നുകൂടിയിട്ടുണ്ട്, അയാൾ നിന്റെ ഭർത്താവല്ല, നിയമപരമായി നിന്നെ കല്യാണം കഴിച്ച ആളല്ല, വന്നു താമസിക്കുന്ന ആളാണ്. അതായത് അവളുടെ ജീവിതത്തിന്റെ അധാർമികത, മാലിന്യം, ആ സ്ത്രീ കടന്നുപോയ പാപത്തിന്റെ വഴികൾ ഈശോ അവളെ കാണിച്ചു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ അവസ്ഥ കർത്താവിനോട് യഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട മേഖലകൾ ഈശോയുടെ സന്നിധിയിൽ തുറന്ന് സമ്മതിച്ചാലേ, എന്ന് പറഞ്ഞാൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഈശോയോട് തുറന്ന് പറഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദാനവും കർത്താവിൻ്റെ മഹത്വവും വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വചനം ചിന്തിക്കുമ്പോൾ, ഈശോ മിശിഹാ സമറിയാക്കാരിയെ കണ്ടുമുട്ടിയ ഈ ഭാഗത്ത് കർത്താവ് അവളെ, ഈ സംഭവം അവസാനിക്കുമ്പോൾ അവളെ ഈശോ ഒരു മിഷണറി ആയിട്ട്, അവൾ ആരെയാണോ ഒഴിവാക്കാൻ ആഗ്രഹിച്ചത്, ആരുടെ അടുത്തു നിന്നാണോ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്, അതേ മനുഷ്യരുടെ അടുത്തേക്ക്, അതേ പട്ടണത്തിലേക്ക് അവളെ ഒരു മിഷണറിയാക്കി യേശു അയച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.